റീസെന്റ് KT ജലീലിന്റെ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മീഡിയ അറ്റൻഷനുള്ള കുട്ടികൾക്കാണെങ്കിലും ഇത് കാണുന്ന ആൾക്കാർക്കാണെങ്കിലും കുറച്ചവർക്കൊക്കെ മനസ്സിലാവും. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല വന്നത്. ഞാനൊരു 4 കൊല്ലം ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു എക്സ്പീരിയൻസിലാണ് മെജോറിറ്റി കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. ഈവൻ 10ാം ക്ലാസ് എത്തിയിട്ടും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ് ഇവർ എന്തിനാണ് സ്കൂളിൽ പോയത്. അച്ഛനും അമ്മയും ഒരു LKG തൊട്ട് സ്കൂളിൽ വിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ LKG UKG 10th വരെ ഒരു 12 കൊല്ലം 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ആലോചിച്ച് നോക്കണം, അവരുടെ വീട്ടിലിരിക്കുന്നതിനേക്കാളും കൂടുതൽ അവർ സ്കൂളിൽ പോയി ചിലവാക്കുന്നുണ്ട്. എന്നിട്ടും 10ാം ക്ലാസ് എത്തിയിട്ടും എഴുതാനും വായിക്കാനും അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കിയപ്പോൾ 2-3 റീസൺസ് വരുന്നുണ്ട്. ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സ്കൂളിൽ നോക്കിക്കോളും എന്നൊരു മൈൻഡാണ് പാരൻസിനുള്ളത്. അവര് ചെറുപ്പത്തൊന്നും അവരെ കെയറേ ചെയ്യില്ല. കുട്ടികളെ തോന്നിയ പോലെ വിടും, സ്കൂളിലേക്ക് വിടും, പഠിക്കുന്നുണ്ടോ നോക്കില്ല. ഈ ബേസ് ആണ് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത്. ആ ബേസ് അവർ കറക്റ്റ് ചെയ്യില്ല. എന്നിട്ട് ഒരു 10ാം ക്ലാസ് എത്തുന്ന സമയം ടീച്ചേഴ്സ് അത് പറയും, മകൻ പഠിക്കുന്നില്ല, മകൾ പഠിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ കൊണ്ട് ട്യൂഷന് വിടും. അന്ന് കൈയക്ഷരം നന്നായിട്ടുണ്ടാവില്ല, എഴുതാൻ കിട്ടുന്നുണ്ടാവില്ല, പഠിക്കാൻ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വേണം എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ കൊണ്ട് ട്യൂഷൻ വിട്ടിട്ട് ഈ തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ പണിയെടുപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് അവർക്ക് ടെൻഷൻ കൂട്ടുക എന്നല്ലാണ്ട് അവർ പ്രത്യേകിച്ച് പഠിക്കുകയൊന്നുമില്ല. രണ്ടാമത്തെ റീസൺ ടീച്ചേഴ്സ് തന്നെയാണ്. ഒരു പരിധിവരെ 10ാം ക്ലാസ്സിൽ എത്തിയൊരു കുട്ടി പഠിക്കാൻ പറ്റില്ലെങ്കിൽ, തോൽക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ, വിജയ ശതമാനം കൂട്ടാൻ വേണ്ടിയിട്ട് ആ കുട്ടീനെ സ്ക്രൈബ് വെച്ച് എഴുതിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്. അവരിനി സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് എന്താവും? അവിടെ ഇവിടെയും സമൂഹത്തിൽ ഇതേപോലെ സ്റ്റേജിലൊക്കെ കയറുമ്പോൾ വായിക്കാൻ കിട്ടാണ്ടും എഴുതാൻ കിട്ടാണ്ടും ആകുമ്പോൾ നാണം കെടുക തന്നെ ചെയ്യും. ഇത് തിരുത്തേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. വേരിലാണ് വളം വെക്കേണ്ടത്, അല്ലാതെ തലയിലല്ല. ഇത് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും നിൽക്കില്ലായിരുന്നു. അപ്പോൾ പാരൻസും ടീച്ചേഴ്സും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും ഒരുപോലെ ഇതിൽ കുറ്റക്കാർ തന്നെയാണ്. ഇനിയെങ്കിലും ഇതിനൊരു നടപടി എടുക്കാൻ പറ്റുകയാണെങ്കിൽ അടുത്ത തലമുറ എഴുതാനും വായിക്കാനും അറിയുന്നവരായിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് വളരും. അല്ലെങ്കിൽ ഇതിനേക്കാളും അതപ്പതിച്ച് തന്നെ പോകും.